ഓക്കെ, കാണാം. കാണാം. ഓക്കെ, അടുത്ത ഒബ്ജക്റ്റ് ഇതാണ്. സോ ഇത് ഒരു സിലിണ്ടറിക്കൽ ബ്ലോക്ക് ആണ്. ഓക്കെ, സിലിണ്ടറിക്കൽ ബ്ലോക്ക് ആണ്. ഇതിന്റെ ഡയമെൻഷൻസ് എല്ലാം തന്നിട്ടുണ്ട്. ആദ്യം ഡയമെൻഷൻസ് പറയാം. ഈ സിലിണ്ടർ, ഔട്ടർ സിലിണ്ടർ, ഇതിന്റെ ഡയമീറ്റർ 50 ആണ്. ഔട്ടർ സിലിണ്ടറിന്റെ ഡയമീറ്റർ 50. പിന്നെ ഇതിനകത്ത് ഉള്ള ഡയമീറ്റർ 30 ആണ്. 30. ഇതൊരു ഹോൾ ആണ്. ഈ ഹോളിന്റെ ഡെപ്ത് എന്ന് പറഞ്ഞാൽ 18 ആണ്. ഈ ഹോളിന്റെ ഡെപ്ത് എന്ന് പറഞ്ഞാൽ 18 ആണ്. ഡെപ്ത് ഈസ് ഈക്വൽ ടു 18. അതായത് ഈ 30യുടെ ഹോളാണ്. 30 എന്ന് പറയുന്ന ഹോള് അത് അങ്ങ് താഴെ വരെ ഇല്ല. ഇതിന്റെ ഹൈറ്റ്, ഈ സിലിണ്ടറിക്കൽ ബ്ലോക്കിന്റെ ഹൈറ്റ് 50 ആണ്. ഹൈറ്റ് ഈസ് ഈക്വൽ ടു 50. പക്ഷെ അത്രയും ഹൈറ്റിൽ ഈ ഹോൾ ഇല്ല. ആ ഹോളിന്റെ ഡെപ്ത് 18 ആണ്. പറഞ്ഞ മനസ്സിലായോ? മനസ്സിലായി. ഓക്കെ, ദെൻ ഇതിന്റെ അടിയിലത്തെ ആ ഒരു ഷേപ്പ്, അതിന്റെ ടോട്ടൽ ലെങ്ത് എന്ന് പറഞ്ഞാൽ 100 ആണ്. 100. ഓക്കെ, ഇവിടെ നിങ്ങേറ്റം വരെ 100 ആണ്. ദെൻ ഇതിന്റെ ഈ ഒരു വിഡ്ത്ത് എന്ന് പറയുന്നത് 40 ആണ്. സോ ദിസ് ഈസ് 40. ദിസ് ടോട്ടൽ ലെങ്ത് ഈസ് 100. ദിസ് ഈസ് 100. പിന്നെ ഇവിടെ ഇങ്ങനെ ഒരു കട്ടുണ്ട്, ഇങ്ങനെ ഒരു കട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പൊ ഈ കട്ടിന്റെ ഇവിടെ നിന്നുള്ള ഈ ഡിസ്റ്റൻസ് ഇത് 12 ആണ്. രണ്ട് സൈഡിൽ നിന്നും ഈ ഡിസ്റ്റൻസ് 12 ആണ്. 12. ഓക്കെ, അത്രയും ക്ലിയർ ആണ്? ഇനി ഇതിന്റെ അകത്തോട്ടുള്ള ഈ ലെങ്ത് 18 ആണ്. 18. ഓക്കെ, സോ ഇങ്ങോട്ടുള്ളത് 12 ആണ്. രണ്ട് സൈഡിൽ നിന്നുള്ളത് 12 ആണ്. അകത്തോട്ടുള്ളത് 18 ആണ്. ഈ ടോട്ടൽ ലെങ്ത് ഇത് 100 ആണ്. 100, ഇത് 40. ക്ലിയർ ആണല്ലോ ഇത്ര? അതെ. ശരി, അപ്പൊ ഞാൻ ആദ്യം ടോപ്പ് വ്യൂ വരയ്ക്കാൻ പോകും. ടോപ്പ് വ്യൂ. ഓക്കെ, ഞാൻ ആദ്യം ടോപ്പ് വ്യൂ വരയ്ക്കുമ്പോൾ ഞാൻ ആദ്യം ഈ സിലിണ്ടറിക്കൽ ബ്ലോക്കിന്റെ ടോപ്പ് വ്യൂ വരയ്ക്കുന്നത്. എന്നിട്ടാണ് ഞാൻ മറ്റേത് വരയ്ക്കുന്നത്. ഓക്കെ, അപ്പൊ സിലിണ്ടറിക്കൽ ബ്ലോക്കിന്റെ ടോപ്പ് വ്യൂ എന്ന് പറയുമ്പോൾ എന്തായിരിക്കും? രണ്ട് സർക്കിൾ ആണ്. എത്ര ഡയമീറ്റർ? 50യും 30യും. ഓക്കെ, സോ 50യും 30യും എടുത്ത് രണ്ട് സർക്കിൾ വരയ്ക്കും. ടോപ്പ് വ്യൂ. XY ലൈൻ വരയ്ക്കുക. കാണാം, സ്ക്രീൻ കാണാം. ഹലോ, സ്ക്രീൻ കാണാം? കാണാം. സ്ക്രീൻ ഇടയ്ക്ക് പോയായിരുന്നു? പോയിരുന്നു. ഓക്കെ, ശരി. രണ്ട് സർക്കിൾ വരച്ചോ? വരച്ചു. ഓക്കെ, സോ രണ്ട് സർക്കിൾ വരച്ചു. അതിനുശേഷം നമ്മൾ അടുത്ത് ചെയ്യേണ്ടത്, ഇതിന്റെ സെന്ററിൽ നിന്ന് ഈ സർക്കിളിന്റെ സെന്ററിൽ നിന്ന് മേളിലോട്ട് ഒരു ലൈൻ വരയ്ക്കുക. 20 മാറിയിട്ട് താഴോട്ട് ഒരു ലൈൻ വരയ്ക്കുക. 20. സോ ഇവിടെ ഇവര് പറഞ്ഞിട്ടുണ്ട് ഇതിന്റെ ടോട്ടൽ ലെങ്ത് എന്ന് പറഞ്ഞാൽ 40 ആണ്. 40. അപ്പൊ സർക്കിളിന്റെ സെന്ററിൽ നിന്ന് മേളിലോട്ട് 20, താഴോട്ട് 20. സർക്കിളിന്റെ സെന്ററിൽ നിന്ന് മേളിലോട്ട് 20, താഴോട്ട് 20. രണ്ട് ലൈൻ വരയ്ക്കുക.
ഓക്കെ. അതേപോലെ ഈ സർക്കിളിന്റെ സെന്ററിൽ നിന്ന് ഇങ്ങോട്ട് ലെഫ്റ്റിലോട്ട് 50 എടുക്കുക, ഇങ്ങോട്ട് 50, ഇങ്ങോട്ട് 50, അതേപോലെ റൈറ്റിലോട്ട് 50. കാരണം ഇവിടെ ടോട്ടൽ ലെങ്ത് 100 എന്ന് പറഞ്ഞിട്ടുണ്ട്, 100. സോ ഇങ്ങോട്ട് 50, ഇങ്ങോട്ട് 50 എടുത്ത് 2 ലൈൻ വരയ്ക്കും. ഓക്കെ. ഇനി ഇവിടെ ഇന്റർസെക്ട് ചെയ്ത ഈ പോയിന്റ്, ഇതും ഈ സർക്കിളുമായിട്ട് ജോയിൻ ചെയ്യാം. ഈ ലൈൻ ജോയിൻ ചെയ്യാം, ഡാർക്ക് ആയിട്ട് ജോയിൻ ചെയ്യാം. എന്നിട്ട് ഇവിടെ നിന്ന് ഇങ്ങോട്ട് 12, ഇവിടെ പറഞ്ഞിട്ടുണ്ട് ഈ ഡിസ്റ്റൻസ് 12 ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. ഈ ഡിസ്റ്റൻസ് 12, ഇങ്ങോട്ട് 12 എടുക്കുക. അതേപോലെ മേളിൽ നിന്നും ഇതേപോലെ തന്നെ ഇങ്ങോട്ട് വരച്ചിട്ട് ഇങ്ങോട്ട് 12 എടുക്കുക. ഇവിടെ ഇത് തന്നെ വരയ്ക്കുക, ഇങ്ങോട്ട് 12, ഇവിടെ നിന്ന് ഇങ്ങോട്ട് 12. ഓക്കെ. ഓക്കെ. ഇനി അകത്തോട്ടുള്ള ഡിസ്റ്റൻസ് 18 ആണെന്ന് അവർ പറഞ്ഞിട്ടുണ്ട്. 18. ഓക്കെ. അപ്പൊ ഇവിടുന്ന് അകത്തോട്ട് 18 ലൈൻ വരയ്ക്കുക, ഇവിടുന്ന് അകത്തോട്ട് 18, ഇവിടുന്ന് അകത്തോട്ട് 18 വരയ്ക്കുക, ഇവിടുന്ന് അകത്തോട്ട് 18 വരയ്ക്കുക. എന്നിട്ട് ഇത് രണ്ടും കൂടെ ജോയിൻ ചെയ്യും. ഓക്കെ. അപ്പൊ ടോപ്പ് വ്യൂ കിട്ടി. ടോപ്പ് വ്യൂ ക്ലിയർ ആണോ? ക്ലിയർ. Okay. So this is the top view. Top view clear ആണല്ലോ? Okay. ക്ലിയർ ആണ്. Okay. ഇനി ഇതിനെ പ്രൊജക്ട് ചെയ്യാം. ടോപ്പ് വ്യൂവിനെ നേരെ മേളിലോട്ട് പ്രൊജക്ട് ചെയ്യാം. ടോപ്പ് വ്യൂവിനെ നേരെ പ്രൊജക്ട് ചെയ്യാം. സോ ഞാൻ ആദ്യം ഈ രണ്ട് സൈഡിൽ നിന്നുള്ള ഇതിനെ നേരെ പ്രൊജക്ട് ചെയ്തു. ഓക്കെ. അപ്പൊ അതിന്റെ തിക്നെസ് എന്ന് പറഞ്ഞാൽ 12 ആണ്. 12. ഓക്കെ. എന്നിട്ട് അവിടെ ഒരു റെക്ടാംഗിൾ ഇങ്ങനെ വരയ്ക്കും, ലൈറ്റ് ആയിട്ട് ഒരു റെക്ടാംഗിൾ വരയ്ക്കും, ലൈറ്റ് ആയിട്ട്. അതിന്റെ തിക്നെസ് 12 ആണ്. 12ൽ ഒരു റെക്ടാംഗിൾ വരയ്ക്കും. ഓക്കെ. എന്നിട്ട് അടുത്ത് സിലിണ്ടർ. ആ സിലിണ്ടർ നേരെ പ്രൊജക്ട് ചെയ്യുക. സിലിണ്ടറിന്റെ രണ്ട് എൻഡും നേരെ മേളിലോട്ട് പ്രൊജക്ട് ചെയ്യും. എന്നിട്ട് ആ റെക്ടാംഗുലർ ബ്ലോക്കിന്റെ മേളിലോട്ട് റെക്ടാംഗിൾ വരയ്ക്കും, റെക്ടാംഗിൾ. അപ്പൊ അങ്ങനെ വരയ്ക്കുമ്പോൾ അതിന്റെ ടോട്ടൽ ഹൈറ്റ് ആ മേളിൽ നിന്ന് താഴെ വരെ ആ ബ്ലോക്ക് വരെയുള്ള ഹൈറ്റ് ആണ് 50 എന്ന് പറയുന്നത്. 50. ദിസ് ടോട്ടൽ ഹൈറ്റ് ഈസ് 50.
Okay, sir. ഓക്കെ, ശരി. ദെൻ ഈ ചെറിയ സർക്കിൾ നേരെ പ്രൊജക്ട് ചെയ്യുക. പ്രൊജക്ട് ചെയ്തിട്ട് പ്രൊജക്ട് ചെയ്യുമ്പോൾ ഇങ്ങനെ കിട്ടും. ചെറിയ സർക്കിൾ നേരെ പ്രൊജക്ട് ചെയ്യുക, ചെറിയ സർക്കിൾ. അപ്പൊ അത് ആക്ച്വലി ഹോളാണ്. ആ ഹോളിന്റെ ഡെപ്ത് ഞാൻ നേരത്തെ പറഞ്ഞായിരുന്നു 18 ഉള്ളൂ, 18. അപ്പൊ അത് ഡോട്ടഡ് ആയിട്ട് വരയ്ക്കും, ഡോട്ടഡ്. അതിന്റെ ഹൈറ്റ് എന്ന് പറഞ്ഞാൽ 18 ആണ്, 18. അതിന്റെ ഹൈറ്റ് എന്ന് പറഞ്ഞാൽ 18. Okay. Okay, sir. ഓക്കെ, ശരി. അപ്പൊ ഇവിടെ നമ്മൾ ഫ്രണ്ടിൽ നിന്ന് നോക്കുമ്പോൾ ഈ ഒരു സിലിണ്ടറിക്കൽ പോർഷന്റെ ഇങ്ങേ അറ്റത്ത് ഇവിടെ രണ്ട് ലൈൻ പോലെ കാണാം. ഈ ഒരു റെക്ടാങ്കുലർ ബ്ലോക്കിന്റെ രണ്ട് ലൈൻ. ഓക്കെ, അത് റെപ്രസെന്റ് ചെയ്യാനായിട്ടാണ് ഇവിടെ നമ്മൾ ഫ്രണ്ട് വ്യൂവില് ഇവിടെ നമ്മൾ ആ റെക്ടാങ്കുലർ ബ്ലോക്ക് വരച്ചിട്ട് ഇവിടുന്ന് അത് കിട്ടാനായിട്ട് നേരെ താഴെ ഈ സർക്കിളും ഇതും കൂടെ ജോയിൻ ചെയ്യുന്ന പോയിന്റ് നേരെ മേളിലോട്ട് പ്രൊജക്ട് ചെയ്യുമ്പോൾ നമുക്ക് ഇവിടെ കിട്ടും. ആ സർക്കിളും ഇതും കൂടെ ജോയിൻ ചെയ്യുന്നത്, അപ്പൊ ഇവിടെ കിട്ടും. എന്നിട്ട് അവിടുന്ന് ഇങ്ങോട്ട് വേണം ഡാർക്ക് ലൈൻ വരയ്ക്കാൻ. അവിടുന്ന് ഇങ്ങോട്ട് ഡാർക്ക് ലൈൻ, അതായത് ഈ ഒരു രണ്ട് ലൈൻ, ആ റെക്ടാങ്കുലർ ബ്ലോക്കിന്റെ ഈ ഒരു രണ്ട് ലൈൻ ഇവിടുന്ന് റൈറ്റിലോട്ടായിരിക്കണം ഡാർക്ക്. ഇത്രയും പോർഷൻ ഡാർക്ക്. പിന്നെ അതിന്റെ മുകളിൽ ഈ റെക്ടാങ്കിള്, ദെൻ അതിന്റെ അകത്ത് ഈ ഒരു 18 mm ഒരു ഹോള്. Okay. ഓക്കെ, കഴിഞ്ഞ പ്രൊജക്ട് ചെയ്ത ലൈൻസ് ഒക്കെ മായ്ക്കണോ? പ്രൊജക്ട് ചെയ്ത ലൈൻസ് എല്ലാം ലൈറ്റ് ആയിട്ട് വരയ്ക്കും, ലൈറ്റ് ലൈൻസ്. അതൊന്നും മായ്ക്കരുത്. ഓക്കെ, ദെൻ അടുത്തത് ലെഫ്റ്റ് സൈഡ് വ്യൂ വരയ്ക്കാൻ പോവാണ്. അതിനാദ്യം നമ്മുടെ ടോപ്പ് വ്യൂവിനെ എല്ലാം ഇങ്ങോട്ട് എക്സ്റ്റെൻഡ് ചെയ്യുക. എന്നിട്ട് ഇവിടെ കോമ്പസ് കുത്തിയിട്ട് ആർക്ക് വരയ്ക്കുക. ഈ XY ലൈൻ എവിടെ വരച്ചേ? ഈ ഫ്രണ്ട് വ്യൂ വരച്ചപ്പോ അതിനോട് ചേർത്തല്ലേ വരച്ചേക്കുന്നത് XY ലൈൻ, അല്ലേ? അതെ. ഓക്കെ. ഞാൻ എന്റെ പിക്ചർ കാണുമ്പോൾ ഇച്ചിരി താഴെയായിട്ടാണ് കേട്ടോ. ഓക്കെ. XY ലൈൻ ഇതാണ്. ദിസ് ഈസ് ദി XY ലൈൻ. ഓക്കെ, എന്നിട്ട് പ്രൊജക്ട് ചെയ്തിട്ട് നമ്മൾ അവിടുന്ന് ആ XY ലൈനിൽ നിന്ന് മുകളിലോട്ട് ടോപ്പ് സർക്കിളിനെ എക്സ്റ്റെൻഡ് ചെയ്യണോ? എക്സ്റ്റെൻഡ് ചെയ്യണം. ടോപ്പ് സർക്കിളിനെ എക്സ്റ്റെൻഡ് ചെയ്യണം. എന്നിട്ട് നമ്മൾ ആ ഒരു ഫ്രണ്ട് വ്യൂവിന്റെ ആ ഒരു റെക്ടാങ്കിൾ വരയ്ക്കും. ആ സിലിണ്ടറിന്റെ ടോട്ടൽ ഹൈറ്റ് 50 ആണ്. അപ്പൊ 50. ഒരു മിനിറ്റ് സർ, വരയ്ക്കില്ലേ? വരച്ചോ.
ഓക്കെ. ഓക്കെ, ശരി. അപ്പം എന്നിട്ട് ഈ സൈഡ് വ്യൂ നമ്മൾ സൈഡിൽ നിന്ന് നോക്കുമ്പോൾ ആ സിലിണ്ടർ, ഇത് ആക്ച്വലി ആ സിലിണ്ടറാണ്, സിലിണ്ടർ. അപ്പൊ ആ സിലിണ്ടർ വരയ്ക്കുക. സിലിണ്ടറിന്റെ ഹൈറ്റ് 50 ആണ്. ആ സിലിണ്ടർ കംപ്ലീറ്റ് ചെയ്യാൻ. സർ സിലിണ്ടർ വരയ്ക്കേണ്ടത് സർക്കിളിനെ പ്രൊജക്ട് ചെയ്ത അവിടുന്ന് ലൈനാണോ? ആ സർക്കിള് പ്രൊജക്ട് ചെയ്ത ലൈനാണ് സിലിണ്ടർ, ശരിയല്ലേ? അതേപോലെ തന്നെ ഓപ്പോസിറ്റ് സൈഡിന് അത് അപ്പുറത്തും വരെ. അതായത് നമ്മൾ ഈ സർക്കിളിനെ പ്രൊജക്ട് ചെയ്തില്ല, ഈ ടോപ്പ് വ്യൂവിൽ ഈ സർക്കിളിനെ എക്സ്റ്റെൻഡ് ചെയ്ത് വരച്ചില്ലേ, സർക്കിളിന്. അത് വേണം. അതാണ് നമ്മൾ ഈ റെക്ടാങ്കിൾ വരയ്ക്കാനായിട്ട് ഉപയോഗിക്കുന്നത്. ഔട്ടർ, ഈ ഒരു റെക്ടാങ്കിൾ, ഔട്ടർ റെക്ടാങ്കിൾ. ഓക്കെ. ഇനി ഇതിന്റെ നടുക്ക് സെന്റർ ലൈൻ വരച്ചിട്ട് അതിന്റെ ആ നടുക്കത്തെ ഹോള് 18 mm താഴോട്ടുള്ള ഹോള് വരയ്ക്കും. ഹോൾ ഡോട്ടഡ് ലൈൻ വരയ്ക്കും, ഡോട്ടഡ് ലൈൻ. സാർ അതെങ്ങനെ വരയ്ക്കുന്നത് മനസ്സിലായില്ല. ഈ ഹോൾ, ഈ ചെറിയ ഹോളിനെ പ്രൊജക്ട് ചെയ്യണം. ചെറിയ ഹോൾ ടോപ്പ് വ്യൂവിൽ നിന്ന് ചെറിയ ഹോളിനെ പ്രൊജക്ട് ചെയ്യുക, ആർക്ക് വരയ്ക്കുക. അപ്പൊ ചെറിയ ഹോൾ കിട്ടും. ഓക്കെ. ശരി. ഇനി നമ്മള് അടുത്തത്, അതായത് ഇനി നമ്മൾ സൈഡിൽ നിന്ന് നോക്കുമ്പോൾ, ഇവിടെ ലെഫ്റ്റ് സൈഡിൽ നിന്ന് നോക്കുമ്പോൾ, ലെഫ്റ്റ് സൈഡിൽ നോക്കുന്ന സമയത്ത് ഇവിടെ റൈറ്റ് സൈഡിൽ നിന്ന് നോക്കുമ്പോഴും സെയിം ആണ്. അപ്പൊ ഇവിടെ കാണാൻ പറ്റാത്തതുകൊണ്ട് റൈറ്റ് സൈഡ് നോക്കുക. റൈറ്റ് സൈഡിൽ നോക്കുമ്പോൾ ഇവിടെ നോക്കി, ഇവിടെ ചെറിയൊരു, ഇവിടെ ഈ ഒരു ബ്ലോക്ക്, പിന്നെ അകത്തെ ഈ ഒരു പോർഷൻ. അപ്പൊ 3 ചെറിയ റെക്ടാങ്കിൾസ് കാണാം സൈഡ് വ്യൂവിൽ, ശരിയാണോ? അപ്പൊ അതാണ് അടുത്തത് വരയ്ക്കേണ്ടത്. അതാണ് ഇവിടെ കാണിച്ചേക്കുന്നത്. സോ ആ മൂന്ന് ചെറിയ റെക്ടാങ്കിൾസ് വരയ്ക്കുക. അത് നമ്മൾ ഓൾറെഡി പ്രൊജക്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ആ ലൈൻസ് മേലോട്ട് വരച്ചിട്ട് ഇവിടുന്ന് ഓൾറെഡി പ്രൊജക്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. നമ്മൾ ഇങ്ങനെ പ്രൊജക്ട് ചെയ്ത് ആർക്ക് വരച്ച് വെച്ചിട്ടുണ്ട്. ഹൈറ്റ് എത്രയായിരുന്നു? ഏതാണ് അതിന്റെ ഹൈറ്റ് എന്ന് പറഞ്ഞാൽ ഇതിന്റെ തിക്നെസ്, ഈ ഒരു ബ്ലോക്കിന്റെ തിക്നെസ്, എത്ര? 12. ഈ ബ്ലോക്കിന്റെ തിക്നെസ് എത്ര? 12 അല്ലേ? അതെ. Yes, 12.
ഓക്കെ സാർ. ഓക്കെ ആ ശരി. അപ്പൊ ഇത്രേ ഉള്ളൂ പ്രൊജക്ഷൻ പിക്ചോറിയൽ ടു ഓർത്തോഗ്രാഫിയുടെ കൺസെപ്റ്റ് ഇത്രയേ ഉള്ളൂ. ഒരു 3D മോഡൽ തരും. 3D മോഡൽ തന്നിട്ട് അതിന്റെ ഫ്രണ്ട് വ്യൂ, ടോപ്പ് വ്യൂ, സൈഡ് വ്യൂ വരയ്ക്കും. ഓക്കെ സാർ, ആദ്യം ടോപ്പ് വ്യൂ ആണോ ഫ്രണ്ട് വ്യൂ ആണോ വരയ്ക്കുക, അങ്ങനെ ഉണ്ടോ? അങ്ങനെയല്ല. ഇപ്പൊ ഫസ്റ്റ് കേസിൽ ഇപ്പൊ ആദ്യത്തെ പ്രോബ്ലത്തിൽ ഞാൻ ഫ്രണ്ട് വ്യൂ വരച്ചത്. ആദ്യത്തെ പ്രോബ്ലത്തിൽ അതെ അതെ. ഓക്കെ. ഇപ്പൊ രണ്ടാമത്തെ പ്രോബ്ലത്തിൽ ഞാൻ ടോപ്പ് വ്യൂ വരച്ചത്. ടോപ്പ് വ്യൂ വരയ്ക്കാനുള്ള കാരണം എന്താണ്? ടോപ്പ് വ്യൂവില് സർക്കിൾ ഉണ്ട്. സർക്കിൾ മനസ്സിലായോ? സർക്കിൾ. അപ്പൊ ഈ എനിക്ക് ഇപ്പൊ ഫ്രണ്ട് വ്യൂ എനിക്ക് ഇങ്ങനെ റെക്ടാംഗിൾ വരച്ചിട്ട് സർക്കിൾ വരയ്ക്കുന്നതിനേക്കാൾ എളുപ്പമാണ് സർക്കിൾ വരച്ചിട്ട് റെക്ടാംഗിൾ വരയ്ക്കുന്നത്. മനസ്സിലായോ? ഓ മനസ്സിലായി. അതുകൊണ്ടാണ് ഞാൻ ടോപ്പ് വ്യൂ വരച്ചത്. അത് നമ്മൾ ആ പിക്ചർ നോക്കിയിട്ട് അതിന് അങ്ങനെ ഇന്ന റൂളൊന്നുമില്ല. ആദ്യം ഫ്രണ്ട് വ്യൂ വരയ്ക്കുക, പിന്നെ ടോപ്പ് വ്യൂ വരയ്ക്കുക, അങ്ങനൊന്നുമില്ല. മനസ്സിലായോ? അത് നമ്മുടെ ഒരു യുക്തിയാണ്, നമ്മുടെ ഒരു താല്പര്യമാണ് കേട്ടോ. ഓക്കെ ശരി. അപ്പൊ ഇത്ര ആയപ്പോഴത്തേക്ക് ആ കൺസെപ്റ്റ് കഴിഞ്ഞു. ഇനി ചെയ്യേണ്ടത് യൂട്യൂബിന്റെ വീഡിയോ എടുക്കുക. ഓക്കെ, ഓക്കെ. യെസ്, ഇവിടെ കാണുന്നുണ്ടോ? കൺവേർഷൻ ഓഫ് പിക്ചോറിയൽ ടു, കാണുന്നുണ്ടോ സ്ക്രീനിൽ? കാണുന്നു. ഓക്കെ. സോ അതായത് കൺവേർഷൻ ഓഫ് പിക്ചോറിയൽ ടു ഓർത്തോഗ്രാഫിക്. എത്ര വീഡിയോസ് ഉണ്ട്? 8. ഏതെങ്കിലും എനി 3, ഏതെങ്കിലും 3 ചെയ്താൽ മതി. എനി 3. ഓക്കെ. ഏതെങ്കിലും 3 ചെയ്യുക, എനിക്ക് അയക്കുക. ഓക്കെ, ശരി. ഈ